കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ഫിഷ് ബിരിയാണി ആയിട്ടാണ് വന്നത്. അതിന് വേണ്ടി ഞാൻ 1 കിലോ അയക്കുറ മീനാണ് എടുത്തു വെച്ചത്. ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാൻ 4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നിത് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നല്ലോണം ഇതൊന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്ക് ഓരോ കഷ്ണം മീനായി എടുത്തിട്ട് അതിലേക്ക് ഇതൊന്ന് പുരട്ടി വെക്കാം. അങ്ങനെ എല്ലാ മീനും ഇതുപോലെ നമുക്ക് പുരട്ടി കൊടുക്കാം. രണ്ട് കഷ്ണം മീൻ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. മീനിലെല്ലാം മുളകെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2 കഷ്ണം ഞാൻ അതുപോലെ തന്നെ മാറ്റിയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ പൊരിക്കാൻ എപ്പോഴും വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത്. ഇനി അതിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് മീനൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ 2-3 മിനിറ്റായി. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് അധികം മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്നായി കിട്ടിയാൽ മതിയാവും. മീനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി ഇതെല്ലാം കോരിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മീനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 6 ഉള്ളിയാണ് ഞാനിത് എടുത്തത്. 6 ഉള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചത്. അതിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്ത് നല്ലപോലെ വഴറ്റാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഉള്ളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം. ഇനി അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 2 കുടം വെളുത്തുള്ളിയും 2 പീസ് ഇഞ്ചിയും ഒരു 10-15 മുളകും. അത് മുളക് എടുക്കുമ്പോൾ എരിവിനനുസരിച്ചുള്ള മുളക് ആവശ്യാനുസരണം എടുക്കാം.
ഞാനിപ്പോൾ എരിവ് അധികം ഇല്ലാത്തത് കൊണ്ട് ഒരു 10-15ഓളം മുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്, നല്ലപോലെ ഉടഞ്ഞ് കിട്ടി. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, ഇത് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ വറുത്ത എണ്ണ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിൻ്റെ പച്ചമണയെല്ലാം മാറിയിട്ടുണ്ട്, പൊടികളുടെ എല്ലാം. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മീനിൻ്റെ 2 പീസ്, ഞാൻ 3 പീസ് മാറ്റി വെച്ചിരുന്നു, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഇത് വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്താൽ മീനിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൽ മസാലയിൽ നല്ലപോലെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് തിളച്ച് വരുന്നുണ്ട്, മീനെല്ലാം വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഈ മീൻ പൊടിഞ്ഞു പോയാലൊന്നും പ്രശ്നമില്ല. നമുക്കതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീൻ ചേർത്ത് തരുന്നത്. അതുകൊണ്ട് ഇതൊന്ന് പൊടിഞ്ഞ് പോയാലൊന്നും സാരമില്ല. ഇതിലധികം മുള്ളുള്ള മീനല്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി 1 മിനിറ്റ് കൂടെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിലുള്ള പകുതി മസാല നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലകൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ മീൻ ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള മസാല കൂടെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഇത് വീണ്ടും ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഉള്ളി നേർങ്ങനെ മുറിച്ചതാണ് നീളത്തിൽ, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഏകദേശം ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് കോരിയെടുക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് അരി വറുത്തെടുക്കാം. ഞാനിവിടെ ഗീ റൈസാണ് എടുത്തത്. അത് നമുക്കിതിലിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഇത് 4 ഗ്ലാസ് അരിയാണ് എടുത്തത്. ഇത് നല്ല പോലെ അരി വിട്ട് വരുന്നത് വരെ വറുത്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് 2 കഷ്ണം പട്ടയും ഒരു 5 കറാമ്പും 5 ഏലക്കായും കൂടെ ഇട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കാം. അരി നല്ലപോലെ വറുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വായിലിട്ട് നോക്കിയാൽ പൊട്ടുന്ന വിധത്തിൽ വറുത്തെടുക്കാം. അപ്പം നമ്മുടെ ചോറ് നല്ല സ്റ്റിഫായിട്ടുണ്ടാകും. അങ്ങനെ വേണം വറുക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൽ 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തതിൽ, അതിന് 8 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചരിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചാണ് ഒഴിക്കുക. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു വിസിൽ കഴിഞ്ഞപ്പോൾ ഇത് ഓഫാക്കിയിട്ടിരുന്നു. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിസിൽ പോക്കിയിട്ടാണ് എടുത്തത്. വിസിൽ പോകുന്നത് വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മീനായതുകൊണ്ട് പൊടിയാതെ ഒന്ന് ശ്രദ്ധിച്ച് എടുത്താൽ മതി. ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിലേക്ക് ചോറ് കൂടെ ഇട്ട് കൊടുക്കണം. പകുതി മസാലയാണ് ഞാനിപ്പോൾ അടിയിലിട്ട് കൊടുത്തത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം.
ചോറ് നല്ലവണ്ണം ഇട്ട് കൊടുക്കാം. പകുതി ചോറ് തന്നെ ഇട്ട് കൊടുക്കാം. പകുതി ചോറ് ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും മീനിൻ്റെ മസാല കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ മസാലയെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഉള്ളി അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 2 കഷ്ണം മീൻ, 2-3 കഷ്ണം മീൻ കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പം നമുക്ക് നല്ല മീനിൻ്റെ മസാലയൊക്കെ ചോറിൽ പിടിച്ച് നമുക്ക് ഈ ഫിഷ് ബിരിയാണി നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്.